crimes and secrets and forbidden bliss. Can't stay still, don't stop that thrill. My bones crave your skin, temptation within. Mistakes ignite the silence. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire.
അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ഫിനിക്സ് എലൈറ്റ് കസ്റ്റംസിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2 മിനിറ്റുകൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ മിറാമറിലാണ് ഇന്നത്തെ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ടീം മിസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഹാജരായിട്ടുണ്ട് കംപ്ലീറ്റ് മെമ്പേഴ്സ്. സോഡിയാക്, ടൊർണാഡോ, ക്ലോൺ ആൻഡ് വിച്ചർ അവിടെ കയറി വന്നിട്ടുണ്ട്. എക്സൗട്ടിന് വേണ്ടി അവിടെ ഹാവാക്, സ്പിൻസ് ആൻഡ് നിഞ്ച കയറി വന്നിട്ടിരിക്കുമ്പോൾ SOS ടീമിന് വേണ്ടി ഡാർക്ക് സോൾ, അതോടൊപ്പം തന്നെ ഫാൻറ്റം ഡ്രേക്കോ എന്നിവരാണ് കയറിക്കുന്നത്. ഗാലക്സി ടീം മെമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു മെമ്പറുടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർക്ക് ഇറങ്ങി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഗാലക്സി പാന്തർ, ഫർഹാൻ, ഡ്രാക്കുള എന്നിവർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്യൂറിസ് ടീമിന് വേണ്ടി അവിടെ സീജ്, ബാസി, വെഡിസ്കി ആൻഡ് നമ്മുടെ റെഡക്സ് വൈഡർ അവിടെ ഫ്യൂരി ടീമിന് വേണ്ടി വയ്ക്കുന്നു. റെഡക്സ് കൊല്ലം ഫ്യൂരീസ്. ഓക്കെ, എന്തായാലും നമ്മുടെ പ്രീസ് ടീം നമ്മൾ നോക്കാം. നമ്മുടെ ഹോട്ട് ടീമിന് വേണ്ടി അവിടെ പ്രീസ്, നോവ, റീവൻ ആൻഡ് ഗൂസ്റ്റ് അവിടെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ AK ടീമിന് സപ്പോർട്ടുമായിട്ട് AK ആർമി അവിടെ എത്തിയിട്ടുണ്ട്. AK ആർമീസിന് എല്ലാവർക്കും സ്വാഗതം സ്ട്രീമിലേക്ക്. അപ്പോൾ AK ടീമിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു AK വിനി, AK JJ, AK ഊപ്പൻ ആൻഡ് AK MLB. അതോടൊപ്പം ടീം ഇൻസെക്റ്റിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. റയോൺ, ഇവ, സിയോൺ ആൻഡ് നമ്മുടെ ജെൻ. അപ്പോൾ ഫ്ലെയർ ടീമിന് വേണ്ടി അവിടെ പെയിൻ, ടൈഗർ ആൻഡ് ഫിയർലെസ് കയറിയിട്ടുണ്ട്. ഡെഡ്ലി ടീമിന് വേണ്ടി അവിടെ ധനിൽ ആൻഡ് പവനായ്, അതോടൊപ്പം തന്നെ ഹണ്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ റേറ്റ് ടീമിന് വേണ്ടി അവിടെ ടെർമിനേറ്റർ, ആരോ, വെനം ആൻഡ് ഹീസ് കയറി വന്നിരിക്കുമ്പോൾ സീറോ റെസ്പെക്റ്റിന് വേണ്ടി അവിടെ ഡാരൻ, വാറുണ്ണി ആൻഡ് ബ്ലാക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ മിസ് ടീമിന് സപ്പോർട്ടുമായിട്ട് അവിടെ സഞ്ജന സാമെത്തിയിട്ടുണ്ട്. സഞ്ജന, വെൽക്കം ടു ദ സ്ട്രീം വൺസ് അഗൈൻ. അപ്പോൾ സഞ്ജനനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പം നമ്മുടെ ഇന്ന് പുതിയൊരു മെമ്പറിനെ നമ്മൾ കയറിയിട്ടുണ്ട്. ടീം ക്രൗഡിനെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ടീം ക്രൗഡിന് വേണ്ടി അവിടെ NJR ആൻഡ് സ്കൗട്ട് കയറി വരുന്നത്. സീറോ റെസ്പെക്റ്റിന് വേണ്ടി ഡേരൻ, വാറുണ്ണി ആൻഡ് ബ്ലാക്ക് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ടോക്സിക് ടീമിന് വേണ്ടി ആൽഫ, വിസാർഡ്, ബോൾട്ട് ആൻഡ് ബീസ്റ്റ് ആണ് കയറിയിരിക്കുന്നത്. റാങ്കോ, ചാർലി, റാങ്കോ ആൽഫ, റാങ്കോ ബ്രാവോ, റാങ്കോ ജെനസിസ് എന്നിവർ റാങ്കോ ടീമിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ടീഗോണിന് വേണ്ടി അവിടെ സ്മോക്കി, ഇൻസൈൻ ആൻഡ് കിങ് കയറിയിട്ടുണ്ട്. ടീഗോണിന്റെ സപ്പോർട്ടുമായിട്ട് അവിടെ ടീഗോൺ അർജുൻ എത്തിയിട്ടുണ്ടായിരുന്നു. ടീഗോഡ് കിങ് ഉയർന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അരുൺ മണിക്കുട്ടൻ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൊണ്ട് RKC ടീമിന് വേണ്ടി RKC വിജയത്ത്, RKC ആറ്റം, RKC ജൂനിയർ, ടെസ്റ്റ് ഷോപ്പി എന്നൊരു RKC ടീമിന് വേണ്ടി FEK ടീമിന് വേണ്ടിയിട്ട് ജാക്കോപ്പി ആൻഡ് FEK ടർബോ അവിടെ കയറിയിട്ടുണ്ട്. DUP ടീമിന് വേണ്ടി അവിടെ DUP, അബിബി, ഷാഡോ, വൈപ്പർ ആൻഡ് ബാബയാക കയറി. ഇപ്പോൾ SGS ടീമിന് വേണ്ടി അവിടെ ജോക്കർ, ബീസ്റ്റ് ആൻഡ് കോൺകർ, ഡേവിഡ് എന്നിവരാണ് കയറിക്കുന്നത്. വൺ ഡാർക്ക് ക്വൻസി ടീമിന് വേണ്ടി അവിടെ ഡിപ്പോപ്പി, കില്ലർ, മാക്സ് ആൻഡ് ഫാൻറ്റം കയറി. ഇപ്പോൾ ഫിനിക്സ് ടീമിന് വേണ്ടി അവിടെ ലോക്കി, ഡീമൻ, വീക്ക് ആൻഡ് നൂ വൈറ്റ് ആണ് കയറിക്കുന്നത്. അപ്പോൾ ടീകോഡിലെ ഒരു പ്ലെയേഴ്സ് എത്താനുണ്ട്. സീറോ റെസ്പിലെ ഒരു പ്ലെയർ, ക്രൗഡിലെ ഒരു പ്ലെയർ എന്നിവരാണ് എത്തിച്ചേരാനുള്ള. ബാക്കി മെമ്പേഴ്സ് എല്ലാം എത്തിക്കഴിഞ്ഞു. ഇവർ വരുന്നതോടുകൂടി ഉടൻ തന്നെ മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഹായ് ഗെയിമിംഗ് കിങ്, വെൽക്കം ടു സ്ട്രീം. ഇപ്പോൾ ഗെയിമിനെ സ്വാഗതം ചെയ്യാൻ നമുക്ക് ഗെയിമിംഗ് ടീം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ ചാൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ മാച്ച് നമ്മൾ കൃത്യസമയത്ത് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വൈഷ്ണവ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു മാച്ചിനുള്ളിലേക്ക്. എന്താ ഗെയിമിംഗ് കിങ്, ആ പെണ്ണിനെ അവിടെ വിടാൻ ഉദ്ദേശിച്ചൊന്നുമില്ലേ? ആ പെണ്ണ് അവിടെ സപ്പോർട്ടൊക്കെ തന്നിട്ട് പൊക്കോട്ടെ. ഫീമെയിൽ സപ്പോർട്ട് വളരെ കുറവുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അവരുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. കടന്നോട്ടെ. അപ്പോൾ ടീഗോഡിന് വേണ്ടി സപ്പോർട്ടുമായിട്ട് അവിടെ ടീഗോഡ് അർജുൻ എത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി മാച്ചിലേക്ക് പോകാവുന്നത്. നമ്മൾ സ്ലോട്ട് നമ്പർ 4 ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. സ്ലോട്ട് നമ്പർ 4 മിസ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എക്സ് ഔട്ട് അറ്റ് സ്ലോട്ട് നമ്പർ 5, SOS സ്ലോട്ട് നമ്പർ 6, ഗാലക്സി അറ്റ് സ്ലോട്ട് നമ്പർ 7, നമ്മുടെ ഫ്യൂരീസ് അറ്റ് സ്ലോട്ട് നമ്പർ 8, അതോടൊപ്പം തന്നെ നമ്മുടെ ഹോട്ട് ടീം അറ്റ് സ്ലോട്ട് നമ്പർ 9, AK ടീം അറ്റ് സ്ലോട്ട് നമ്പർ 10, ടീം Insect at slot number 11, FLR team at slot number 12, Dudley team at slot number 13, Raid team at slot number 14, Zero Respect at 15, and Crowd team at 16, Toxic team at 17, Rango team at 18, T-God at 19, RKC at 20, FEK at 21, TGY, DUP team at 22, SGS team at 23, DQ team at 24, and Phoenix team at 25 എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് അപ്പോൾ കിങ്സർ എന്ന ലോ ടെക്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും സ്വാഗതം സ്ട്രീമിലേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാച്ച് മിറാമറിലാണ് നടക്കാൻ പോകുന്നത്. ഫിനിക്സ് എലൈറ്റ് കസ്റ്റംസിന്റെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ളൊരു മാപ്പാണ് മിറാമർ എന്ന് പറയുന്നത്. അപ്പം മിറാമറിൽ നല്ല പൊരിഞ്ഞ ഫൈറ്റ് ആയിരിക്കും. ലാസ്റ്റ് സോണിലൊക്കെ കയറാൻ പോകുന്നത്. സ്നൈപ്പർമാരുടെ പരിസയിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. അപ്പോൾ നോക്കാം, നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നോക്കുകയാണെങ്കിൽ ജങ്ക് യാർഡിനും ഗ്രേവ് യാർഡിനും ഒക്കെ മുകളിലൂടെ പവർ ഗ്രിഡ് കയറുന്ന മൗണ്ടൻ വ്യൂ വഴി അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാപ്പിനെ എക്സ്ട്രീംലി സെൻറ്ററായിട്ട് കയറി മുറിച്ചുകൊണ്ടുള്ള ഒരു മാപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈറ്റുകൾ ഈക്വലായിട്ട് തന്നെ രണ്ട് സൈഡിലേക്കും മെമ്പേഴ്സിന് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് മെമ്പേഴ്സ് എല്ലാം ചാടി തുടങ്ങിയിട്ടുണ്ട്. DVP ടീം ആദ്യം തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ടീം AK അവിടെ ഹസാറിലേക്ക് പോകുന്നുണ്ട്. ടീം പാലയിലേക്ക് ഇവിടെ ഇൻസെക്റ്റിലെ ടീം മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. അതോ ഫോട്ടോ പ്രൈസിലൊക്കെ ഞാൻ അറിയത്തില്ല. അപ്പോൾ എന്തായാലും ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ ജമ്പിങ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നുണ്ട്. ഗാലക്സി ടീം മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞു. 9:50 പോകാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു ഗാലക്സി ടീമിന്റെ പഴയ ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ വൈഷ്ണവേസ് വൈപ്പത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ബസ്.
DQ ടീം മെമ്പേഴ്സ് അവിടെ പിക്കാർഡ് റീജിയനിലേക്ക് അവിടെ ജമ്പ് എടുത്തു കഴിഞ്ഞു. റേറ്റ് ടീം മെമ്പേഴ്സ് ലോസ് ലിയണേഴ്സിലേക്ക് പോകുന്നതാണ് കാര്യം. അപ്പം മോസ്റ്റ് ഓഫ് ദ ടീംസ് അപ്പർ പാർട്ട് ഓഫ് ദ മാപ്പിലേക്കാണ് പോകുന്നത്. നോർത്തേൺ സൈഡ് ഫേവർ ചെയ്തുകൊണ്ടുള്ള പോക്കാണെന്ന് തോന്നുന്നു. താഴെ സൗത്തേൺ പാർട്ടിലേക്ക് അധികം ടീം മെമ്പേഴ്സിനെ കാണുന്നില്ല. അപ്പം എന്തായാലും മനോഹരമായിട്ടുള്ള 5 പാത്തുകൾ ആയിരുന്നു ഇന്നത്തെ. അതോടൊപ്പം തന്നെ മെമ്പേഴ്സിനെല്ലാം ഈക്വലി എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൽ ഹസർ റീജിയനിൽ അവിടെ ആദ്യത്തെ SGS ടീം ആൻഡ് FPK തമ്മിലുള്ള അടി കൊടുക്കുന്നുണ്ട്. SGS ആൻഡ് FPK തമ്മിലുള്ള അടി എവിടെയാണ് നടക്കുന്നത്? അയ്യോ, അത് കാണുന്നില്ല. ഓക്കെ, ഹെസൽ എൽ പാത്രനിലാണെന്ന് തോന്നുന്നു SGS ടീം ആൻഡ് FPK തമ്മിലുള്ള അടി. FPK ആദ്യം അവിടെ ഓടിച്ചിട്ട് തല്ലുന്നുണ്ട്. SGS ജോക്കർ ഓടിച്ചിട്ട് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യം അവിടെ ഡൗൺ ആയിട്ടുണ്ട്. FPK മെമ്പേഴ്സ് അവിടെ ഓരോന്നോരോന്നായിട്ട് ഡൗൺ. SGS മെമ്പേഴ്സ് ആദ്യം തന്നെ FPKയിലെ 3 പ്ലേയേഴ്സിനെ അവിടെ ഡൗൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 3 പ്ലേയേഴ്സിന്റെ കിൽ അവിടെ കൺഫേം ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. FPKയ്ക്ക് വേണ്ടി ജാക്ക് ഓൾറെഡി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ടർബോ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ടർബോ ഒറ്റയ്ക്ക് അവിടെ ശേഷിക്കുന്നു. FPK ടീമിന് വേണ്ടി ടർബോ ഇൻസ്റ്റന്റ് ആയിട്ട് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എല്ലാവരും വണ്ടി ഗോൾഡൻ റാഡൊക്കെ എടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ആശാമാർ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. FPK ജാക്കിനെ അവർക്ക് ആദ്യം തന്നെ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ജാക്ക് ഓൾറെഡി ഡൗൺ ആണ്. ആദ്യം ഓൾറെഡി ഡൗൺ ആണ്. SGS ബീസ്റ്റ് കോൺകർ എന്നിവർ അവിടെ ഓടി ചെല്ലുകയാണ്. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു മെമ്പറിനെ അവിടെ കാണാൻ സാധ്യതയില്ല. എന്തായാലും എല്ലാ മെമ്പേഴ്സിന്റെ അടുത്തേക്കും അവർ കോറി കിൽ കൺഫേം ചെയ്യാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. FPK ടർബോ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും FPK മെമ്പേഴ്സിനെ അവിടെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ടർബോ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യയുടെ ഗൺ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ആദ്യനെ അവിടെ റിവൈവ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീടൊക്കെ തുറന്നകത്ത് കയറ്റിയിട്ടുണ്ട്. ആദ്യനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി SGS ബീസ്റ്റ് ഒക്കെ അവിടെ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. SGS ജോക്കർ അവിടെ ഫ്രണ്ടിൽ നിന്ന് അയക്കുന്നു. SGS ജോക്കർ ആൻഡ് ഡേവിഡ് അവിടെ ഓടി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് അവിടെ കയറി ചെന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് മെമ്പേഴ്സിനെ നോക്കാൻ ശ്രമിക്കുന്നു. എന്ത് ചെയ്യും, ആൾക്കാരെ കാണുന്നില്ല. എന്തായാലും ഫൈറ്റിംഗ് അവിടെ നടക്കുന്നത്. FPK മെമ്പറിനെ ജാക്കിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. FPK ടീം മെമ്പേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തേക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ FPK ടീമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. FPK ആദ്യം തന്നെ അവിടെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ സോൺ ഫോം അയക്കുന്ന എക്സ്ട്രീം നോർത്ത് ഈസ്റ്റ് ഫേവർ ചെയ്തുകൊണ്ടുള്ള ഒരു സോണാണ് ഫേവർ അയക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ടീം ഫിനിക്സിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. ടീം ഫിനിക്സ് ആൻഡ് റാങ്കോ ടീം അടുത്തടുത്തായിട്ടുണ്ട്. ആസ് യൂഷ്വൽ അവർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം തൽക്കാലത്തേക്ക് ടീം റാങ്കോയ്ക്ക് എല്ലാ ദിവസവും ഫൈറ്റ് കിട്ടുന്നത് ഫിനിക്സ് ടീം അല്ലെങ്കിൽ RKC ടീമിൽ നിന്നാണ് എന്ന് തോന്നുന്നു. അപ്പം ആദ്യത്തെ ഫൈറ്റുകളെല്ലാം നടക്കാൻ ചാൻസ് ഉള്ളവർ തമ്മിലുള്ളതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ജസ്റ്റ് നോക്കാം. എൽ ഹസറിൽ പോവുകയാണെങ്കിൽ എൽ ഹസറിൽ പോകും DVP ടീം ആൻഡ് AK ടീമാണുള്ളത്. രണ്ടുപേരും എന്തോരം അടുത്തടുത്താണെന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. AK ടീം മെമ്പേഴ്സ് എല്ലാം അടുത്തടുത്തായിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. JJ മൂക്കൻ ആൻഡ് മെൽവി അവിടെ ഓടി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിനി ഓടുന്നത് തൊട്ടപ്പുറത്തെ റോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് DVP വൈപ്പർ ഹബീബി ബാബയാഗ എന്നിവർ അവിടെ ഓടുന്നത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ DVP ഷാഡോ തൊട്ടിപ്പുറത്തേക്ക് റോഡിന്റെ ഇപ്പുറം കടന്നിട്ടുണ്ട്. അപ്പോൾ AKയുടെ ടെറിട്ടറിയിൽ എത്തിയിട്ടുണ്ട് DVP ഷാഡോ. അപ്പോൾ DVP ഷാഡോനെ സ്പോട്ട് ചെയ്യുവാണെങ്കിൽ ലൂക്കിനൊക്കെ എപ്പോൾ വേണേലും അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള ഫൈറ്റുകൾ നമുക്ക് JJ പതുക്കെ റോഡ് കടന്നു പോകുന്നുണ്ട്. JJന്റെ ഫൈറ്റ് നമുക്ക് ഉടൻ തന്നെ കാണാം. അപ്പം ഇനി അടുത്ത എവിടെയെങ്കിലും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പോർട്ടോ പ്രൈസിൽ അവിടെ ടീം ഇൻസെക്ട് എത്തിയിട്ടുണ്ട്. ടീഗോഡിലെ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്തായിട്ടുണ്ട്. ടീഗോഡിലെ മെമ്പേഴ്സിനെ നോക്കാം. ടീഗോഡ് 3 പേരെ ഉള്ളതെങ്കിൽ തന്നെ 3 പേര് അവിടെ ഓടി നടക്കാൻ ടീഗോഡ് കിങ്ങിനൊക്കെ പറ്റ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. RKC ടീമിന്റെ അടുത്ത് 3 ടീമിനെ കാണാം. FLR ടീമിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടോക്സിക് ടീമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. RKC മെമ്പേഴ്സ് ആൻഡ് ടോക്സിക് തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും ഓൺ ആവാൻ ചാൻസ് ഉണ്ട്. ടോക്സിക് ആൽഫയ്ക്കൊക്കെ അത്യാവശ്യം ഡാമേജ് ഒക്കെ കിട്ടിയിട്ടാണ് നിൽക്കുന്നത് ഓൾറെഡി. ടോക്സിക് ടീമിനെ നോക്കുകയാണെങ്കിൽ ആൽഫ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ടോക്സിക് വിസാഡ് എന്നിവർ തൊട്ടടുത്തുള്ള ഇവരെല്ലാം തൊട്ടടുത്തുള്ള കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. ഒരു ഏകദേശം ഒരേ വീട്ടിൽ തന്നെയാണോ അറിയില്ല. എന്തായാലും കട്ടയ്ക്ക് അവിടെ നിൽപ്പുണ്ട്. ടോക്സിക് ടീം മെമ്പേഴ്സ് എല്ലാം അവിടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ വേറൊരു ടീം മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ FLR ടീമാണ്. FLR ടീം അവിടെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫൈറ്റ് ടോക്സിക് ബീസ്റ്റ് അവിടെ RKC ജൂനിയറിന്റെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാറിനെ മിനി വെച്ചുള്ള ഷോട്ടായിരുന്നു. RKC ജൂനിയറിനെ അവിടെ സ്പോട്ട് ചെയ്ത് നമ്മുടെ ആ മിറാമർ മാപ്പിൽ RKC ജൂനിയറിന്റെ നഷ്ടം വളരെ അധികമായിരിക്കും. RKC ടീമിന് RKCയുടെ മെയിൻ സ്നൈപ്പറിനെയാണ് വൈപ്പ് ഔട്ട് ചെയ്തേക്കുന്നത് ടോക്സിക് ബീസ്റ്റ്. ടോക്സിക് ന്യൂസ് വിനി 14 ആൻഡ് കാർ 98 വെച്ചുള്ള മനോഹരമായ ഷോട്ടുകൾ വെച്ച് RKC ജൂനിയറിനെയാണ് അവിടെ ഫിനിഷ് ചെയ്തത്. നമ്മുടെ സ്വന്തം ജൂനിയർ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും RKC ജൂനിയർ അവിടെ ഫിനിഷ് ആവുന്നു. RKC ടീം മെമ്പേഴ്സ് ബാക്കി പ്രതികാരത്തിനായിട്ട് ഓടി നടക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും 4v4 എന്ന സിറ്റുവേഷനിൽ നിന്ന് 4v3 സിറ്റുവേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. AK വിനി അവിടെ DVP ഷാഡോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായ നേടായിരുന്നു വിനിയുടെ അവിടെ. എന്തായാലും മനോഹരമായിട്ട് AK ടീം മെമ്പേഴ്സ് AK വിനീനെ അവിടെ ഡൗൺ ചെയ്തു. ഷാഡോ ആൻഡ് ഫൈറ്റിംഗ് അവിടെ ഓൺ ആയിട്ടുണ്ട്. AK ടീം മെമ്പേഴ്സ് ആൻഡ് DVP തമ്മിലുള്ള ഫൈറ്റിംഗ് അവിടെ സ്റ്റിൽ ഓൺ ആണ്. അപ്പോൾ AK ഷാഡോനെ അവിടെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. വിനിയുടെ അടുത്തേക്ക് ബാക്കി AKയിൽ ബാക്കി മെമ്പേഴ്സ് എത്തിക്കഴിഞ്ഞു. DVP ബാബയാഗെ തൊട്ടടുത്ത് സ്പോട്ട് ചെയ്യുന്നുണ്ട്. വിനീനെ അവിടെ റിവൈവ് ചെയ്യാൻ JJ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയാഗയുടെ തൊട്ടടുത്ത നീഡ് അവിടെ എത്തിയിട്ടുണ്ട്. DVP ഹബീബി എന്നിവരെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ആയിട്ട് ഫൈറ്റ് ഏത് നിമിഷം വേണേലും ഓൺ ആവാൻ ചാൻസ് ഉണ്ട്. ഷാഡോ റിവൈവ് ചെയ്ത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേമാതിരി പിന്നെ വിനീനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AK ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ഫൈറ്റിംഗ് അവിടെ ഓണാണ്. അപ്പോൾ ചാറ്റ് സെഷൻ ഉറങ്ങിപ്പോയോ? അപ്പോൾ DVP ടീം മെമ്പേഴ്സ് ആൻഡ് AK തമ്മിലുള്ള ഫൈറ്റാണ് കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. AK ടീം മെമ്പേഴ്സ് അവിടെ നിന്ന് മോളിയൊക്കെ എടുത്തെറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഫോൾസ് മോളിയാണ്. അവിടെ ആരും ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. വിനിയുടെ കയ്യിൽ ഹീലിംഗ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വിനി അവിടെ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹീൽ ബാക്ക് ചെയ്തിട്ടുണ്ട് വിനി. എന്തായാലും DVP ടീം മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നു. DVP ബാബയാഗയൊക്കെ തൊട്ടടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ നേടുകൾ അവിടെ DVP ഹബീബി ഇടുന്നുണ്ട്. DVP മെമ്പേഴ്സ് ആൻഡ് AK ടീമിനുള്ള ഫസ്റ്റ് ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. AK ടീം മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. AK വിനി AK JJ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്.
അപ്പം ഒരേ കോമ്പൗണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് മാറിയിട്ടുണ്ട്. DVP ഷാഡോ ആൻഡ് വൈപ്പർ തൊട്ട് ബാക്കിൽ കൂടെ നല്ല സപ്പോർട്ടിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. DVP ടീം മെമ്പേഴ്സ് ആൻഡ് AK ടീം തമ്മിലുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ട് DVP വൈപ്പറിനെ നമുക്ക് അവിടെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. അപ്പം ഫിനിക്സ് ടീമിന് അവിടെ റാങ്കോ ജെനിസിനെ അവിടെ കാർ 98 വെച്ചുള്ള ഷോട്ടുകൾ കൊണ്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ AK ടീമിന്റെ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് AK ആർമിക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. JJമിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബാബയാക അവിടെ കയറി JJമിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. AK വിനീനെ അവിടെ ഡൗൺ ചെയ്തു. ഊക്കന്റെ മനോഹരമായ SLK ഷോട്ടുകൾ ഊക്കൻ അവിടെ SLK ഷോട്ട് വെച്ച് ഡൗൺ ചെയ്തു. DVP ഷാഡോനെ അവിടെ വിനിയാണോ JJമാണോ? JJM ഓൾറെഡി ഡൗൺ ആണ്. ബാബയാകെ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ഊക്കൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 3 മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. AK ഊക്കന്റെ അറ്റുഗ്രഹം പ്രകടനം. അപ്പോൾ ബാക്കി ബാബയാകവിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത മനോഹരമായിട്ട് ഷോട്ട് കാറിനായിട്ട് മാക്സിമം ഊക്കൻ ശ്രമിക്കുന്നുണ്ട്. ഗൺ സ്വിച്ച് ആവുന്നില്ല. ഗൺ സ്വിച്ച് ആയിട്ടില്ല. പക്ഷേ AK ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തു DVP ടീം മെമ്പേഴ്സ്. AK ടീം മെമ്പേഴ്സ് സോറി ഗായ്സ്. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ AK ടീം മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സിലേക്ക് പോകാം. ഫിനിക്സ് ടീമിന് അവിടെ റാങ്ക് ജെനിസിനെ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. ജെനിസിനെ റിവൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ഫിനിക്സ് നൂബൈറ്റി ഒക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റൊട്ടേഷൻ ചെയ്ത് കയറി ചെല്ലുന്നുണ്ട്. ലോക്കി ഒക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. വിക്ക് അവിടെ നിൽക്കുന്നുള്ളൂ. പെയിൻ കില്ലേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് ഹിൽ ചെയ്യാൻ. റാങ്കോ ചാർലി അവിടെ ചെന്നിട്ടുണ്ടെന്ന് റിവൈവ് ചെയ്യാൻ. ചാർലി അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. 4v4 സിറ്റുവേഷൻ തന്നെ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ T-Godലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. T-God മെമ്പേഴ്സ് തമ്മിലുള്ള ഫയറിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫിനിക്സ് ടീം മെമ്പേഴ്സ് എല്ലാം ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്. ഡീമിനെ അവിടെ ഹീൽ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് ടീം മെമ്പേഴ്സിന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. റാങ്കോ ടീമുമായിട്ട്. റാങ്കോ ടീമിന്റെ അടുത്തേക്ക് കയറി ചെല്ലാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു ഫിനിക്സ് മെമ്പേഴ്സ് ആൻഡ് റാങ്കോ ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ റാങ്കോയിൽ ഒരു ആൽഫ ഒരു കോണിൽ മാറി നിൽപ്പുണ്ട്. അപ്പോൾ ആൽഫ അത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബിൽഡിംഗ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആൽഫയുടെ സ്പോട്ട് മനോഹരമായ ഒരു സ്പോട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൽഫ ഒറ്റയ്ക്ക് ഒരു സ്പോട്ടിൽ നിൽക്കുന്നു. ബാക്കി നേടുകളും കാര്യങ്ങളും ലോക്കിക്കൊക്കെ നല്ല ഡാമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്കൊന്ന് നേടുകളും കാര്യങ്ങളും വന്നിട്ട് നേടിൻ്റെ ഒന്നും സൗണ്ട് കേട്ടിട്ടില്ല. എന്തായാലും റാങ്കോ ടീം ഡീമിന്റെ മനോഹരമായ കാർ 98 ഷീറ്റ് വീണ്ടും അവിടെ റാങ്കോ ജെനിസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റാങ്കോ ജെനിസിന് ഇൻസ്റ്റന്റ് ആയിട്ട് രണ്ടാമത്തെ തവണയാണ് അവിടെ ഡൗൺ ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചാർലി അവിടെ റിവൈവ് ചെയ്യുക തന്നെ ന്യൂ ബൈറ്റിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ റാങ്കോ ആൽഫ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആൽഫ അവിടെ പിന്നെ നിന്ന് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രാവോ തൊട്ട് ബാക്കിലോട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ജെനിസിനെ വീണ്ടും അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. 2 നോക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഫിനിക്സിന് 2 പ്രാവശ്യം നമ്മുടെ ജെനിസിസ് ആയിരുന്നു 2 പ്രാവശ്യം റിവൈവൽ പോസിബിൾ ആയിട്ടുണ്ട്. ലോക്കിയൊക്കെ അവിടെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂ ബൈറ്റ് തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ റാങ്കോ ടീം മെമ്പേഴ്സ് ആൻഡ് ഫിനിക്സ് തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോഴും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ജെനിസിസ് അവിടെ ഹീലിംഗ്സ് ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഫിനിക്സ് ടീമിന് ഒരു കോണി നിൽക്കുന്നുള്ളൂ. റാങ്കോ ആൽഫ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബ്രാവോ തൊട്ട് ബാക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് കയറി ചെല്ലുമ്പോൾ റാങ്കോ ആൽഫയുടെ കവർ ഫയർ അവിടെ ഉറപ്പായിട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ T-Godന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. T-God മെമ്പേഴ്സിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇല്ല, T-God മെമ്പേഴ്സിന്റെ ഫൈറ്റ് ഇപ്പോൾ നടക്കുന്നില്ല. തൽക്കാലത്തേക്ക് നോക്കാം. അടുത്തൊരു നീഡ് റാങ്കോ ചാർലിയുടെ അടുത്തേക്ക് മനോഹരമായ നീഡിലൂടെ ഡീമിന്റെ മനോഹരമായ നീഡിലൂടെ ചാർലി അവിടെ ഡൗൺ ആണ്. ജീവൻ വളരെ ഓപ്പണിൽ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ട് ഡീമിന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡീമിൻ ഒന്ന് ഹീൽ ബാക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് ഫിനിക്സ് വിക്കിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ലോക്കി റാങ്കോ ആൽഫയുടെ മനോഹരമായ കവർ. റാങ്കോ ആൽഫ മനോഹരമായിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. റാങ്കോ ആൽഫനെ നോക്കാം. റാങ്കോ ആൽഫ മനോഹരമായിട്ട് തന്നെ ഫിനിക്സ് മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ വൈറ്റിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നൂബിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റൂം അവിടെ വളരെയധികം ഓപ്പണിലൂടെ ഓടിക്കൊണ്ടിരുന്നത്. നൂബിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. റാങ്കോ മെമ്പേഴ്സ് ചാർലിനെ അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ പ്രാവശ്യം നോക്ക് കിട്ടിയിട്ടുണ്ട് ഫിനിക്സ് മെമ്പേഴ്സിന്. അപ്പോൾ ന്യൂ വൈറ്റിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് വെച്ചേക്കുക. ന്യൂബ് കൊടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂബ് എന്തായാലും കയറി ചെന്ന് ടെറിട്ടറിയിൽ എത്തിയിട്ടുണ്ട് ന്യൂബ് അവരുടെ. അപ്പോൾ ന്യൂബിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ ന്യൂബിനെ അവിടെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട് റാങ്കോ ടീമിൻ്റെ അടുത്തേക്ക്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ന്യൂബ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ന്യൂബ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടത്തുമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. റാങ്കോ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ന്യൂബ് എടുത്തിട്ട് ബ്രാവോ അവിടെ എന്തായാലും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഫിനിക്സ് വിക്കിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽഫയുടെ മനോഹരമായ ഡീമൻ അവിടെ ജെനിസിനെ വീണ്ടും 3ാമത്തെ തവണ ഡീമൻ അവിടെ ജെനിസിനെ ഡൗൺ ചെയ്തേക്കുന്നത്. ജെനിസിസുമായിട്ടുള്ള ഫൈറ്റ് അവിടെ OP ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഗൈസ്, ചാറ്റ് സെക്ഷൻ ഉറങ്ങിപ്പോയതാണോ എൻ്റെ ചാറ്റ് വരാത്തതാണോ? Once again, hold on. റൂം ഗ്ലിച്ച് എന്നൊക്കെ പറയുന്നു. AK നോ ബ്രോസ് സഞ്ജന ബീച്ച്. ഓക്കെ, എനിക്ക് ഗ്ലിച്ച് ആയതാണെന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഫയറിംഗ് അവിടെ തുറന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫിനിക്സ് മെമ്പേഴ്സ് പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കയറി ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. റാങ്കോ ടീമിൻ്റെ അടുത്തേക്ക്. ആൽഫ ഇപ്പോഴും അവിടെ തൊട്ടടുത്ത് നിന്ന് കവറിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിക്ക് ആൻഡ് ഡീമൻ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. വിക്ക് ആൻഡ് ഡീമൻ അവിടെ സ്മോക്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കയ്യിൽ. അപ്പോൾ സ്മോക്ക് ഇല്ലാതെ കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ജെനിസിസ് ആൻഡ് ബ്രാവോ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ റൂമിൽ നോക്കാം നമുക്ക്. റൂമൊന്നും ഫയറിംഗ് അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനിക്സ് ലോക്കി ചാർലി എന്നിവർ തമ്മിലുള്ള ഫയറിംഗ് അവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ആരെങ്കിലും ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഫിനിക്സ് ടീം അല്ലാതെ RKC ടീം മെമ്പേഴ്സ് ആൻഡ് FLR ടീം ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവരുടെ ഫൈറ്റിംഗ് അവിടെ ഓൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. FLR പെയിനെ ഒക്കെ സ്പോട്ട് ചെയ്ത് ഓടി നടക്കുന്നേ ഉള്ളൂ. ടിസ്റ്റോപ്പിക്ക് അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. ഫൈറ്റിംഗ് അവിടെ നടക്കും. ദൂരെ നിന്നുള്ള ഫയറുകൾ വരുന്നുണ്ട്, പക്ഷേ ഒന്നും ഓൺ ആയിട്ടില്ല. അത് FLR ഫിയർലെസ്സിനെ സ്പോട്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടിസ്റ്റോപ്പി AKM വെച്ചുള്ള സ്പ്രേ ആയിരുന്നു. പക്ഷേ AKM വെച്ച് എത്രത്തോളം നമുക്ക് ദൂരെ നിന്നുള്ള സ്പ്രേ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയത്തില്ല. എന്തായാലും ആശാൻ മാക്സിമം ശ്രമിച്ചു. ടിസ്റ്റോപ്പി അവിടെ മാക്സിമം ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കി ഫൈറ്റിലേക്ക് പോവാം.
ഗൈസ് ഇതെന്താണ് കമന്റ് സെക്ഷനിൽ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് തോന്നുന്നു. ഇപ്പോൾ റാങ്കോ ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. റാങ്കോ ബ്രാവോനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. ചാർലി അവിടെ തൊട്ടടുത്ത് നിന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. ചാർലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. നമ്മുടെ ഡീമൻ എന്തായാലും അവിടെ റീലോഡൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഫിനിക്സ് ടീമിന്റെ ഫൈറ്റ് അവിടെ DQOP എന്ന് പറയുന്നുണ്ട്. യെസ് ബ്രോ, DQOP ആണ്. DQ ടീം മെമ്പേഴ്സ് വിത്തൗട്ട് എനി contestants they are going on. DQ Killer and Max അതോടൊപ്പം DIP ബാക്കി മെമ്പേഴ്സ് എല്ലാം സോണിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ. ടീം നമ്പർ RKCയുടെ ട്വിസ്റ്റോപ്പി മാത്രം അവിടെ നിന്ന് ഫയറിംഗ് ആണ്. അപ്പോൾ ആശാൻ ഹീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് FLRലെ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. FLR പ്ലേയേഴ്സ് അവിടെ FLR എലോണക്സ് അവിടെ തൊട്ട് മേളിൽ നിന്ന് പതുക്കെ വരുന്നേ ഉള്ളൂ. FLR പെയിൻ തൊട്ടടുത്ത് നിൽപ്പോൾ RKC ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഓണാണ്. അപ്പോൾ DIP അവിടെ കമന്റ് വന്നിട്ടുണ്ട്. ഗൈസ് ജസ്റ്റ് എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടേ. അപ്പം എനിക്കൊന്ന് കമന്റ് റീഡ് ചെയ്യാനാണ് എന്തായാലും സംഭവിച്ചു എന്നുള്ളറിയാം. കമന്റ് സെക്ഷനിലുള്ള എന്തെങ്കിലും പാളിച്ചയാണോ എന്ന് അറിയാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. അപ്പോൾ RKC ടീം മെമ്പേഴ്സ് ആൻഡ് FLR തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. എന്തായാലും മനോഹരമായ ഫൈറ്റുകൾ അവിടെ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ ഒരു നേട് അവിടെ RKC ട്വിസ്റ്റോപ്പിയുടെ അടുത്ത് ട്വിസ്റ്റോപ്പിനെ അവിടെ സ്പോട്ട് ചെയ്ത് എലോണ്ട് അവിടെ പെയിൻ FLR RKC ട്വിസ്റ്റോപ്പിയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. RKC ആറ്റത്തിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ട് RKC വിജയത്തെ അവിടെ FLRലെ ഒരു പ്ലെയറിനെ ഡൗൺ ചെയ്തു. FLR പ്ലെയർ അവിടെ RKC വിജയത്തിനെ സ്പോട്ട് ചെയ്ത് RKC ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ RKC ടീം അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് ടീം ആൻഡ് റാങ്കോ തമ്മിലുള്ള ഫൈറ്റ് എന്തായാലും നോക്കാം. ഫിനിക്സ് ടീമിന് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. റാങ്കോ ടീം മെമ്പേഴ്സ് തൊട്ട് മേളിലായിട്ട് നിൽക്കുന്നു. ന്യൂ ബൈറ്റിയൊക്കെ തൊട്ടടുത്ത് റാങ്കോ ടീം മെമ്പേഴ്സ് റാങ്കോ ആൽഫ എന്നിവരുടെ T-Godലെ ബാക്കി മെമ്പേഴ്സ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ പുഷ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല എന്ന് തോന്നുന്നു. ആശാന്മാർ എപ്പോഴും ഹോൾഡ് ബാക്കാണ്. കട്ടയ്ക്ക് ബുള്ളറ്റുകളെല്ലാം തീർക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും സ്ഥിതികൾ നമുക്ക് പിന്നെ കണ്ടറിയാം. ഫിനിക്സ് ടീം ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു. റാങ്കോ ടീമുമായിട്ടുള്ള ഫൈറ്റ് കുറേ നേരമായിട്ട് ഓൺ ആയിട്ടിരിക്കുകയാണ്. FEK എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. FEK മെമ്പേഴ്സിനെ കാണിക്കാം ബ്രോ. FEK കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, FEK ഫിനിഷ് ആയിട്ടുണ്ട് ബ്രോ. FEK ഇറങ്ങിയ പാടെ തന്നെ നമ്മുടെ ഹെസെ ദേൽ പ്രാത്രോണിൽ വെച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. 0 റെസ്പെക്ട് സെയിൻ്റെ അവിടെ പ്ലേ സോണിൽ പെട്ട് ഡൗൺ ആവുന്നതാണ് കാണാൻ സാധിക്കുന്നത്. 0 റെസ്പെക്റ്റിലെ പ്ലേയേഴ്സ് അവിടെ ഫിനിക്സ് എന്തായാലും T-Godലെ കിങ് അവിടെ ദൂരെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. കിങ് അവിടെ മാക്സിമം റാങ്കോ ആൽഫനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാനെന്ന് തോന്നുന്നു. റാങ്കോ ആൽഫ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് കവറിലേക്ക് മാറിയിട്ടുണ്ട്. റാങ്കോ ആൽഫനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. റാങ്കോ ആൽഫ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കവറിൽ പോയിട്ടുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സിന്റെ ഒരു ബാക്കിൽ നിന്നുണ്ടായിരുന്ന സപ്പോർട്ടാണ് നമ്മൾ T-Godലെ കിങ് അവിടെ മാറ്റിയത്. T-God മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. FEK ടീം മെമ്പേഴ്സ് അവിടെ എലിമിനേറ്റ് ആയി. ഇപ്പോൾ എന്തായാലും ജോബിൻ FEK ആദ്യം തന്നെ എലിമിനേറ്റ് ആയ ടീമാണ്. അപ്പോൾ FEKനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. X-Outലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി വരുന്നുണ്ട്. X-Out നിഞ്ചോ ഒക്കെ അവിടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഹാവൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. X-Outൽ ഇൻസേനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻസേനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻസേനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഹാവക്ക്. എന്തായാലും ഹാവക്ക് അവിടെ സ്പോട്ട് ചെയ്ത് നീഡൊക്കെ എടുത്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസെൻ്റെ അടുത്തേക്ക് എറിയാനായിട്ട്. ഇൻസെൻ്റെ അടുത്തൊരു നീഡ് വീഴുന്നതോടുകൂടി എന്തായാലും മനോഹരമായ ഡാമേജ് ആയിരിക്കും ഇൻസെന് കിട്ടാൻ പോകുന്നത്. ഇൻസെൻ്റെ അടുത്തൊരു നീഡ് എടുത്ത് മനോഹരമായ നീഡ് ഇൻസെൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഹാവക്കിന് മനോഹരമായ നീഡ് ഇൻസ്റ്റന്റ് ആയിട്ട് ഇൻസെനെ അവിടെ ഡൗൺ ചെയ്യാൻ സാധിച്ചു. നിഞ്ച അവിടെ കയറി ചെല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ X-Outലെ ബാക്കി മെമ്പേഴ്സ് അവിടെ ക്യാറ്റ് വിസിൽ ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ള X-Outന് വേണ്ടി. അപ്പോൾ X-Outലെ സ്പിൻസ് അവിടെ ഡൗൺ ആയിരുന്നു, ഫിനിഷ് ആയിരുന്നു തോന്നുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ T-Godലെ സ്മോക്കി അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. X-Outലെ ഹാവക്കും X-Out T-God കിങ് അവിടെ കയറി വരുന്നത്. T-God മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. T-God മെമ്പേഴ്സ് ബാക്കി മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നീഡും കാര്യങ്ങളൊന്നും ഇല്ലെന്നത് ബൂസ്റ്റൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. T-God കിങ് എലോൺ മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബിഗ് ഫാൻ എന്തായാലും. ഓക്കെ ബ്രോ, അപ്പം പിങ്ക് മാൻ അവിടെ എത്തിയിട്ടുണ്ട്. പിങ്ക് മാൻ X-Outലെ നിഞ്ചനെ അവിടെ T-God കിങ് ഒറ്റയ്ക്ക് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ മതി T-God കിങ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാറ്റ് ഫിസിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫിനിഷിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ X-Out പ്ലേയേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തേക്കാം. സ്മോക്കി അവിടെ കയറി ചെല്ലുന്നുണ്ട്. സ്മോക്കി ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു നോക്ക് കിട്ടിയ പാടെ തന്നെ T-Godലെ മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. സ്മോക്കി അവിടെ ഇൻസൈനെ അവിടെ ഡൗൺ ചെയ്തിരുന്നു. അപ്പോൾ ഇൻസൈൻ അവിടെ ഡൗൺ ആയിരുന്നെങ്കിലും തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയറിംഗ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. X-Outലെ പ്ലേയേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് T-God മെമ്പേഴ്സ് അവിടെ വൈപ്പ് ചെയ്തേക്കുന്നതാണ് കാണുന്നത്. റാങ്കോ ടീമിനെ നോക്കുകയാണെങ്കിൽ റാങ്കോ ടീം ഇപ്പോഴും സ്റ്റിൽ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫിനിക്സ് ആൻഡ് റാങ്കോ തമ്മിലുള്ള ഫൈറ്റ് എന്തുവായി? ഓക്കെ, റാങ്കോ ടീം മെമ്പേഴ്സ് ഒന്ന് മാറിയിട്ടുണ്ട്. അടുത്ത പൊസിഷൻ എടുത്തിട്ടുണ്ട്. ന്യൂ ബൈറ്റ് ലോക്കി എന്നിവരോടൊന്ന് ഓടി മാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഫൈറ്റിൽ നിന്ന് മാറാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ മാറിയിട്ടുണ്ട്. 2 മെമ്പേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. ലോക്കി ആൻഡ് ന്യൂബിനെ മാത്രമേ കാണുന്നുള്ളൂ. വീക്കൊക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സ്പെക് ഡെഡ്ലി എന്ന് പറയുന്നുണ്ട്. യെസ് ബ്രോ, ഡെഡ്ലി ടീമിനെ സ്പെക് ചെയ്യാം. ഓക്കെ, ഡെഡ്ലി ടീമിന്റെ ധനിലൊക്കെ അവിടെ ഓടുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുന്ന ഡെഡ്ലി. ഓക്കെ, ഡെഡ്ലി പിക്കാഡോ റീജിയനിൽ നിന്ന് പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഡെഡ്ലി ടീം. ഡെഡ്ലി പവനായ ഡെഡ്ലി ധനിൽ എന്നിവരവിടെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ നേരെ കയറി ചെല്ലുന്നുണ്ട്. അവർ എന്തായാലും ഒരു പൊസിഷൻ ഒരു കോമ്പൗണ്ട് എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോണിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവർ വിജയകരമായിട്ട്. അപ്പോൾ ധനിൽ പവനായ അത് VPT ഹണ്ട് എന്നിവരവിടെ ഓടി നടക്കുകയാണ് നമ്മുടെ ഇവർക്ക് വേണ്ടി.
നൈസ് കമൻട്രി ബ്രോ, ഓൾ സപ്പോർട്ട് ഫ്രം ടി ഗോഡ് സൈഡ്. താങ്ക് യു ബ്രോ. അപ്പം എന്തായാലും പിങ്ക് മാൻ അവിടെ മനോഹരമായിട്ട് തന്നെ നമുക്ക് സപ്പോർട്ട് തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ DQ മെമ്പേഴ്സിന്റെ അടുത്തേക്ക് ടീം റേറ്റ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. റേറ്റ് ആൻഡ് DQ തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും ഓണാവാൻ ചാൻസ് ഉണ്ട്. ടീം റേറ്റിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി ചെന്നിരിക്കുന്നത്. റേറ്റ് വെനത്തിനെ നോക്കാൻ റേന അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഡിപ്പോപ്പിയുടെ അടുത്തേക്ക് എന്തായാലും ഡിപ്പോപ്പിയൊക്കെ അവിടെ നിൽക്കുന്നേ അപ്പോൾ റേറ്റിലെ മെമ്പേഴ്സ് വരുന്നത് സ്പോട്ട്. ടോക്സിക് ബീസ്റ്റ് അവിടെ ടോക്സിക് ആൻഡ് FLR തമ്മിലുള്ള ഫൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ടോക്സിക്കിന്റെ ഫൈറ്റിലേക്ക് പോകാൻ നമുക്ക് ടോക്സിക് ബോൾട്ടിനെ ഒക്കെ നോക്കാം. ടോക്സിക് FLRൽ ഒരു പ്ലെയറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വണ്ടി വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടി വയസ്സുന്ന ആശാനെ വെട്ടി പൊട്ടിച്ചിട്ട് അവിടെ ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. അപ്പോൾ ടോക്സിക് ബീസ്റ്റ് അവിടെ ഇത് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. റൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഡെഡ്ലി അപ്പം അതിനുശേഷം ഒന്നും വന്നിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പം താങ്ക് യു ഗൈസ്. അപ്പോൾ അതോടൊപ്പം തന്നെ SGS ടീം ഇപ്പോൾ പതുക്കെ സോണിലേക്ക് കയറുന്നു. SGS ടീം ആണെന്ന് തോന്നുന്നു ഹെസന്തേൽ പാത്രോണിൽ വെച്ച് അടിച്ച് പൊട്ടിച്ചത്. അപ്പോൾ സോൺ എക്സ്ട്രീം റൈറ്റിലേക്ക് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടി ഗോഡിലെ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടി ഗോഡ് സ്മോക്കിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ടി ഗോഡ് സ്മോക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് വണ്ടി പൊട്ടിച്ച് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടി ഗോഡിലെ കിങ് അവിടെ ഇപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ടി ഗോഡിലെ മെമ്പേഴ്സിനെ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ടോക്സിക് ടീം അവിടെ വണ്ടി പൊട്ടിച്ച് ഡൗൺ ചെയ്ത് ടി ഗോഡിന് വേണ്ടി ഇൻസൈൻ മാത്രം ശേഷിക്കുന്നു. ഇൻസൈൻ അവിടെ സോൺ ഔട്ട് ആയിട്ട് നിൽക്കുകയാണ്. റാങ്കോ ടീമുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. ടോക്സിക് ആൽഫിനെ ഒക്കെ സ്പോട്ട് ചെയ്യാൻ ടി ഗോഡ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ട് തീർത്ത് റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ കയറി ചെന്നിട്ടുണ്ട്. റാങ്കോ മെമ്പേഴ്സ് ഫയർ ഒന്നും കൊടുക്കാതെ തന്നെ ഇരിക്കുന്നത്. ടോക്സിക് ഇൻസൈൻ അവിടെ ബാക്കിൽ കൂടെ ആൽഫ നല്ല ഫയറിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി റാങ്കോ മെമ്പേഴ്സ് അവിടെ കയറി വന്ന ഏത് നിമിഷം വേണമെന്ന് ടി ഗോഡ് ഇൻസൈനെ അവിടെ ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടി ഗോഡുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. ടി ഗോഡ് റാങ്കോ ബ്രാവോ ഇൻസ്റ്റന്റ് ആയിട്ട് ഫയർ ചെയ്യുന്നു. ടി ഗോഡ് ഇൻസൈനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടോക്സിക്കിനെ നോക്കാം. ടോക്സിക് ടീം മെമ്പേഴ്സ് റാങ്കോ ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ടോക്സിക് ആൽഫ ഒക്കെ അവിടെ കട്ട ഫയറിംഗ് ആണ്. റാങ്കോ ടീം മെമ്പേഴ്സ് റാങ്കോ ജെനസിസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കയറി ചെന്ന് ലാങ്കോ ചാർലിക്കെതിരെയുള്ള സ്പ്രേ ആണെന്ന് തോന്നുന്നു. ചാർലിയൊക്കെ അവിടെ സ്പോട്ട് ചെയ്ത് ഒന്നും കണക്ട് ആയിട്ടില്ല. ഒരു ഫൈറ്റ് പോലും എന്താണ് കണക്ട് ആയിട്ടില്ല. എന്തായാലും ബീസ്റ്റ് ഒക്കെ അവിടെ ചാർലിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബീസിന്റെ മിനി 14 വെച്ചുള്ള സ്പ്രേ അവിടെ നടക്കുന്നുള്ളൂ. വിസാഡ് ഇപ്പോഴും അവിടെ FLR ടൈഗർ FLR ടീം മെമ്പേഴ്സ് അവിടെ നിർത്തി. ഓക്കെ, FLR ടീം മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ധനിലൊക്കെ മാറിപ്പോയി. എന്തായാലും എന്താണ് സംഭവം നോക്കാം. ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിലേക്ക് മാറുന്നുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സ് ഇപ്പോഴും സോൺ ഔട്ട് ആയിരിക്കുകയാണ്. ടോക്സിക് ടീമുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ടോക്സിക് ആൻഡ് റാങ്കോ തമ്മിലുള്ള ഫൈറ്റ് ടോക്സിക് ആൽഫയൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ രണ്ട് മെമ്പേഴ്സും സോണിൽ പോകാനുള്ള പ്രയോറിറ്റി കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. റാങ്കോ ടീം മെമ്പേഴ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് സോണിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റാങ്കോ ആൽഫ അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ടോക്സിക് മെമ്പേഴ്സ് ദൂരെ നിന്നുള്ള ഫയറിംഗ് അവിടെ കട്ടക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാങ്കോ ജെനസിസ് അവിടെ നിന്ന് വണ്ടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. എൻ്റെ മോനെ വണ്ടി മറിഞ്ഞു. എന്തായാലും വണ്ടി അവിടെ സേവ് ചെയ്യാൻ സാധിച്ചു. റാങ്കോ ബ്രാവിനെ ടോക്സിക് വിസാഡ് അവിടെ ചെയ്തിട്ടുണ്ട്. വിസാഡോട് ദൂരെ നിന്ന് അവിടെ ടോക്സിക് റാങ്കോ ബ്രാവിനെ ഇൻസ്റ്റന്റ് ആയിട്ട് കില്ലും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റാങ്കോ ടീമിന് ബ്രാവിനെ നഷ്ടപ്പെടുമ്പോൾ ടോക്സിക് ആൽഫയാണെന്ന് തോന്നുന്നു ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്നത്. ആൽഫയുടെ അടുത്തേക്ക് പോകാൻ ജസ്റ്റ് ഒന്ന് ടോക്സിക് ബീസ്റ്റ് ആൻഡ് ആൽഫ തൊട്ടടുത്ത് നിൽക്കുന്നല്ലോ. ടി ഗോഡ് മെമ്പേഴ്സിന്റെ കില്ലിൽ ലൂട്ടിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പോൾ രണ്ട് പ്ലേയേഴ്സിന് അവിടെ സോണി പോകാൻ സാധ്യതയില്ല. രണ്ട് വണ്ടി അവിടെ ഡൗൺ ആണ്. അപ്പോൾ ടോക്സിക് ആൽഫയ്ക്ക് നല്ല ഡാമേജ് അവിടെ ആൽഫ കൊടുത്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ആൽഫ അവിടെ ദൂരെ നിന്ന് നല്ല സ്പ്രേ ആയിരുന്നു. അപ്പോൾ ബ്രാവോയുടെ ലൂട്ടെല്ലാം എടുത്തുകൊണ്ട് പതുക്കെ കയറി പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മുടെ ഹണ്ട് ഡെഡ്ലി ഒക്കെ FLR ടീമിന്റെ ഒപ്പം തന്നെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. DQ ടീം മെമ്പേഴ്സ് പതുക്കെ സോണിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. SOS ടീം മെമ്പേഴ്സ് അവിടെ സോണിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. TS ഹോഡൊക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ റാങ്കോ ടീം മെമ്പേഴ്സ് എന്തായാലും വണ്ടി എടുത്ത് സോണിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. DP ടീം മെമ്പേഴ്സ് അവിടെ ലൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. സീറോ റെസ്പെക്ട് മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട് റേറ്റ് ടീമിന്റെ അടുത്തേക്ക്. അപ്പോൾ റേറ്റ് മെമ്പേഴ്സിനെ ഏത് നിമിഷം വേണമെങ്കിൽ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറയ്ക്ക് ബ്രോ. എൻ്റെ ഗായ്സ് മ്യൂസിക് ഓൺ ആയിരുന്നെങ്കിൽ ഒന്ന് പറയണ്ടായിരുന്നോ? അയ്യോ, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല ബ്രോ, സോറി. സീറോ റെസ്പെക്ട് ആൻഡ് നമ്മുടെ ഇവരും തമ്മിലുള്ള റേറ്റും തമ്മിലുള്ള ഫൈറ്റാണ്. റേറ്റ് ടീം മെമ്പേഴ്സ് സീറോ റെസ്പെക്ടിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തേക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കിങ് ഗെയിമിംഗ് വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇപ്പോഴാണോ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? സോറി ബോസ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പോഴാണ് കേട്ടത്, ഞാൻ കേട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സൗണ്ടും കാര്യങ്ങളും ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ സ്പെക്ക് ചെയ്യുമ്പോൾ ബാക്കി നമ്മൾ ഫൈറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പം സോറി. അപ്പം നിങ്ങൾ ആരും തന്നെ നേരത്തെ പറഞ്ഞുമില്ല, അതാണ് ഗൈസ്. നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രോ ഒരു മജയില്ല കേട്ടോ. ഓക്കെ ബ്രോ, എന്താണ് ഡെഡ്ലി ടീം ഫൈറ്റ് എടുക്കട്ടെ. ഫൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കുന്നതാണ്. ഡെഡ്ലി ടീമിൻ്റെ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഡെഡ്ലി ടീമിൻ്റെ ഫൈറ്റ് ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് നോക്ക് 0 കില്ലാണ്. ആശാമരുടെ അടുത്ത് വേറെ ആരുമില്ല. അപ്പോൾ ഡെഡ്ലി ടീമിൻ്റെ ഫൈറ്റ് നടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഫൈറ്റ് എവിടെ നടക്കുന്നോ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫൈറ്റ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ നിങ്ങൾ ഡെഡ്ലി എന്ന് പറയുന്നുണ്ട്. യെസ് ഓഫ് കോഴ്സ് ബ്രോ. ഡെഡ്ലി ടീം പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഡെഡ്ലി ടീമിനെയാണ് ഇപ്പോൾ നമ്മൾ സ്പെക്ട് ചെയ്തുകൊണ്ട് പതുക്കെ മെമ്പേഴ്സ് എല്ലാം സോണിനുള്ളിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഫിനിക്സ് ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ FLR ടീം മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇൻസെക്റ്റിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്കാണ് തോന്നുന്നു. ഇൻസെക്ട് ടീമിൻ്റെ അടുത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻസെക്റ്റിലെ ജെൻ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജെൻ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്ത് FLR പെയിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. FLR ടൈഗറിനെ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ
ബ്രോ സ്ട്രീം ഡിലേ ഉണ്ട്. ബാക്കി ഡെഡ്ലി ടീമിനെ സ്പെക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഓൾറെഡി ഒന്ന് പ്രാവശ്യം സ്പെക്ക് ചെയ്തിരുന്നു. സ്ട്രീം ഡിലേ മനോഹരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് സ്ട്രീം ഡിലേ. അതുകൊണ്ടാണ് നിങ്ങളുടെ കമൻസ് ലേറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് ഞാൻ സ്പെക്ക് ചെയ്തതിന് ശേഷം 1 മിനിറ്റിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ വരുന്നത്. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഡെഡ്ലി ടീമിന് വേണ്ടി. ഓക്കെ, ഡെഡ്ലി ടീമിൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുന്നതാണ്. അപ്പം നമുക്ക് ആരുമായിട്ട് ഒരു വൈരാഗ്യമില്ല. നമ്മളെല്ലാവരും നമ്മുടെ ടീംസാണ്. നമ്മളെല്ലാ ടീംസിൻ്റെ ഫൈറ്റ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫൈറ്റ് നടക്കുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ കാണിക്കുന്നുണ്ട് ബ്രോ. നമ്മുടെ കിൽ ഫീഡ് ഓൺ ആകുന്ന അനുസരിച്ച് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ FLR ടീം ആൻഡ് ടീം ഇൻസെക്ട് തമ്മിലുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള കട്ടക്കുള്ള നേടുകൾ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ FLR ടൈഗറിന് അത്യാവശ്യം നല്ല ഡാമേജ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇൻസെക്റ്റിലെ പ്ലേയേഴ്സ് നല്ല മനോഹരമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോൺ വീണ്ടും ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. എക്സ്ട്രീം ഈസ്റ്റിലേക്ക് ഒരു സോൺ ഷിഫ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡെഡ്ലി ടീമിനൊക്കെ സോണിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. SGS ടീം മെമ്പേഴ്സ്, റാങ്കോ ടീം മെമ്പേഴ്സിനെ എല്ലാം സോണിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റുകൾ ഇനിയും നല്ല മുറുകുമെന്ന് തോന്നുന്നു. ലാസ്റ്റ് നമ്മുടെ 5ാമത്തെ സോണാണെന്ന് തോന്നുന്നു. 5ാമത്തെ സോൺ ഫോം ആകുമ്പോഴത്തേക്ക് എന്തായാലും കട്ടയ്ക്ക് അവിടെ നിൽക്കുകയാണ്. 5ാമത്തെ സോൺ ഫോം ആകുമ്പോൾ നമ്മുടെ 16 ടീംസ് സ്റ്റിൽ അലൈവ് ആണ്. അപ്പോൾ ലാസ്റ്റ് സോൺ ഫൈറ്റ് ആണ് മോനെ നടക്കാൻ പോകുന്നത്. ലാസ്റ്റ് സോൺ ഫൈറ്റിൽ ഇഷ്ടംമാതിരി ടീംസ് തമ്മിലുള്ള പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു. ടീം ഇൻസെക്റ്റിലെ മെമ്പേഴ്സ് ഇപ്പോഴും സ്റ്റിൽ ഫൈറ്റിംഗ് വിത്ത് FLR. അപ്പോൾ FLR ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് ഇപ്പോഴും അവിടെ ഓൺ ആയിട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആശാമാർ ആൾക്കാരില്ലാത്ത ഏരിയയിലേക്ക് എന്തായാലും പട്ടയ്ക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ബാക്കി മെമ്പേഴ്സിൻ്റെ ഒക്കെ നീക്കങ്ങൾ നോക്കാം. ടീം ടോക്സിക് ടീം അവിടെ പതുക്കെ ഡെഡ്ലി ടീമിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ടോക്സിക് ആൽഫയ്ക്കൊക്കെ അത്യാവശ്യം ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ദനിലൊക്കെ ദൂരെ നിന്ന് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദനിലിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ട്. ദൻ ഇൻസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ദനിലുമായിട്ടുള്ള ഒരു ഫയറിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ടോക്സിക് ടീം ആൻഡ് ടീം ഡെഡ്ലി തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ടോക്സിക് ബോൾട്ടിനെ നമുക്ക് നോക്കാം. DVP ഷാഡോ അവിടെ ഗാലക്സി ട്രാക്ലൈനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DVP ഗാലക്സി ഇൻവേഡറിനെ DVP ബാബയാകെ വൈപ്പർ ഗാലക്സി ഫറാനെ അവിടെ ഗാലക്സി ടീം മെമ്പേഴ്സിനെ മൊത്തം വണ്ടി പൊട്ടിച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടോക്സിക്കിലെ ഒരു മെമ്പർ അവിടെ ഡൗൺ ആണ്. ഓൾറെഡി സോൺ ഔട്ട് ആണ്. ടോക്സിക് വിസാഡൊക്കെ അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ഡെഡ്ലി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. നമ്മുടെ ഡെഡ്ലിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടോക്സിക് മെമ്പേഴ്സിന്റെ ഫൈറ്റ് ആണ് അവിടെ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ടോക്സിക് മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ടോക്സിക് ആൻഡ് ഡെഡ്ലി മെമ്പേഴ്സ് തമ്മിലുള്ള ഫിനിക്സ് കാണിക്കും ബ്രോ. ഒപ്റ്റി ഗെയിമിംഗ്. ഓക്കെ ബ്രോ, ഫിനിക്സ് അവിടെ പതുക്കെ സോണിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫിനിക്സിനെ കാണിക്കാം, ഫിനിക്സിന്റെ ഫൈറ്റ് കാണിക്കാം. അപ്പോൾ ടോക്സിക് മെമ്പേഴ്സ് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. ടോക്സിക് ബീസ്റ്റ് ആൻഡ് ബോൾട്ട് അവിടെ പിഴി നിൽക്കുന്നേ ഉള്ളൂ. ടോക്സിക് വിസാഡിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ ഇൻസെക്ട് ജൻ FLR ടൈഗറിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി ധനിലൊക്കെ അവിടെ വണ്ടി എടുത്ത് മാറുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെ മറ്റേ വണ്ടി അവിടെ എന്തായാലും പൊട്ടിയിട്ടുണ്ട്. അപ്പം ബാക്കി എന്താകും സ്ഥിതി എന്നറിയത്തില്ല. ഓപ്റ്റിക് ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. റിൻസ് കാഞ്ഞിരപ്പള്ളി, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ എന്തായാലും ടോക്സിക് ടീം അവിടെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡെഡ്ലി ടീം മെമ്പേഴ്സ് അവിടെ സോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. അപ്പോൾ ഫിനിക്സിനെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. ഫിനിക്സിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ടീം ഇൻസെക്റ്റിലെ പ്ലേയേഴ്സ് വരുന്നത് കാത്തിരിക്കുകയെന്ന് തോന്നുന്നു. ഡീമൻ എന്തായാലും അവിടെ ഹോൾഡ് ചെയ്തിരിപ്പുണ്ട്. സോൺ അവിടെ എത്തുന്നുണ്ട്. സോൺ വരുമ്പോഴത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? എന്തായാലും ഫിനിക്സിലെ ബാക്കി മെമ്പേഴ്സ് അവിടെ സോണിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡീമന്റെ നെറ്റ് പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വൺക്വസ്റ്റിലെ പ്ലേയേഴ്സ്, ഡാർക്ക് വൺക്വൻസ് പ്ലേയേഴ്സ് അവിടെ ദൂരെ നിന്ന് ഫയറിംഗ് നടക്കുന്നുണ്ട്. ഡാർക്ക് വൺസിന്റെ അടുത്തേക്ക് ആണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കവർ കയറിയിട്ടുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ഥലം മാറി പോകാനുള്ള ശ്രമത്തിലായിരിക്കും. എന്തായാലും ഫിനിക്സ് ടീം മെമ്പേഴ്സ് 3 പേരേ ഉള്ളൂ. ഡീമൻ എന്തായാലും സോണിൽ പെട്ട് ഡൗൺ ആയിട്ടുണ്ട്. റേറ്റ് മെമ്പേഴ്സ് അവിടെ അടി നടക്കുന്നുണ്ട്. റേറ്റ് ആൻഡ് SGS തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ റാങ്കോ ടീം അവിടെ റാങ്കോ ചാർലിയൊക്കെ വണ്ടി പൊട്ടിച്ച് ഡൗൺ ആയിട്ടുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. SOS മെമ്പേഴ്സ് ആയിരുന്നു തോന്നുന്നു. ക്രൗഡുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്. സ്കൗട്ടിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സ് വണ്ടി എടുത്ത് കയറി ചെല്ലുന്നുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്കി SGS മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റേറ്റിലെ മെമ്പേഴ്സ് നമ്മുടെ ഫ്യൂരീസ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ ടോക്സിക് ബോൾട്ട് ഒക്കെ അവിടെ സോണിപ്പെട്ട് ഡൗൺ ആവുന്നുണ്ട്. ടോക്സിക് ടീം മെമ്പേഴ്സ് പതുക്കെ സോണിപ്പെട്ട് റേറ്റിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് നോക്കാം. റേറ്റിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഗോൾഡൻ മിറാഡൊക്കെ എടുത്ത് കയറി, ഗോൾഡൻ അല്ല സാധാ മിറാഡ് നിന്ന് ടോക്സിക് ടീമിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റേറ്റിലെ ഹീസി അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഹീസി അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹീസി പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് ടോക്സിക് ടീമിൻ്റെ അടുത്തേക്ക്. ടോക്സിക് ബോൾട്ടൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഹീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്തു. ടോക്സിക് വിസാഡിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടോക്സിക് വിസാഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ടോക്സിക് ടീം മെമ്പേഴ്സിനെ ഓരോന്നോരോന്നായിട്ട് റേറ്റ് ടീം മെമ്പേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോക്സിക് ടീം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. SGS ടീം മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. SGS ആൻഡ് നമ്മുടെ ഡെഡ്ലി ടീം തമ്മിലുള്ള ഫൈറ്റ് ആണ്. ഡെഡ്ലിനെ അവിടെ ഓൾറെഡി സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. ഡെഡ്ലി BPT ഇപ്പോഴും അവിടെ ഓടിക്കുന്നുള്ള ഒരു ഓപ്പണിംഗ് കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റേറ്റിലെ വെനത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധനിൽ എപ്പോഴും സോണിനുള്ളിൽ കയറിയിട്ടില്ലെന്നതൊക്കെ സ്മോക്കിനുള്ളിൽ കയറിയിട്ടുണ്ട്. ധനിൽ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഡെഡ്ലി ടീമിന് വേണ്ടി ഡെഡ്ലിക്ക് അവിടെ പവനായിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. DVP ടീം അവിടെ സോഡിയാക്കിനെ അടിക്കുന്നുണ്ട്. മിസ്റ്റ് ടീം മെമ്പേഴ്സുമായിട്ട് DVP ടീമിന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ DVP ടീം മെമ്പേഴ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് മിസ് ടീമിനെ കംപ്ലീറ്റ് ആയിട്ട്
ചെയ്തേക്കുന്ന ഫിനിക്സ് ടീമിന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ ഒരു മെമ്പറിനെ വണ്ടിയൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ ഡൗൺ ചെയ്തിട്ട് ഹോഡിലെ പ്ലേയേഴ്സുമായിട്ടുള്ള ഫൈറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിനിക്സ് ടീമിന്റെ. അതോടൊപ്പം തന്നെ ഫ്യൂരീസ് അവിടെ തൊട്ടടുത്തുണ്ട്. റെയ്ത്ത് വെനം അവിടെ ഡെഡ്ലി ടീമിനെ ഡൗൺ ചെയ്തേക്കുന്നതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ കട്ടയ്ക്ക് ഫയറിംഗ് ആണ്. ഫുൾ ഓൺ റഷിലാണെന്ന് തോന്നുന്നു. ഫിനിക്സ് നോ ഫൈറ്റിനൊക്കെ നോക്കട്ടെ. എന്തായാലും സ്പ്രേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ TS ഹോഡിലെ മെമ്പേഴ്സിനെയാണെന്ന് തോന്നുന്നു ഫൈറ്റിംഗ്. യെസ്, നോവയൊക്കെ അവിടെ പോകുന്നുണ്ട്. നോവനൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എന്തായാലും ആശാനൊന്നും ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും ലോക്കിനെ നോക്കട്ടെ. ലോക്കി അവിടെ ദൂരെ നിന്ന് എന്താ യൂസി വെച്ചുള്ള സ്പ്രേ ആണ്. ലോങ് റേഞ്ച് ഫൈറ്റിൽ യൂസി ഒരു കാര്യമില്ല കാനേ. അപ്പോൾ അടുത്ത ഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഫൈറ്റിൽ നീ 10 ടീമുകളിലായിട്ട് 33 മെമ്പേഴ്സാണ് അവസാന സോണുകളിൽ എത്തി നിൽക്കുമ്പോൾ നടക്കുന്ന റെയ്ത്ത് ടീം മെമ്പേഴ്സ് അവിടെ ഡെഡ്ലി ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റെയ്ത്തിൽ ആരോ എപ്പോഴുണ്ടാവുന്ന ഡാർക്ക് വൺകൻസ് തമ്മിലുള്ള ഫൈറ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റെയ്ത്ത് ടീം മെമ്പേഴ്സ് ആൻഡ് ഡാർക്ക് വൺകൻസ്. റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ രണ്ടുപേരും വൺകൻസിലെ കില്ലറിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ടീം വൺകൻസിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡെഡ്ലി ടീം മെമ്പേഴ്സ് എപ്പോഴും അവിടെ ധനിൽ ഡെഡ്ലിയിലെ ഒരു മെമ്പറിനെ കൂടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ധനിൽ മാത്രം ശേഷിക്കുന്നുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ധനിൽ അവിടെ ഒറ്റയ്ക്ക് DUP ടീമിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുക. DUP ടീം മെമ്പേഴ്സിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. M4 വെച്ചുള്ള സിംഗിൾ ടാപ്പ് സ്പ്രേ ആയിരുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് കട്ട സ്പ്രേ ചെയ്യുമായിരുന്നെങ്കിൽ എന്തെങ്കിലും നടന്നേനെ. അപ്പോൾ TS ഹോഡിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുള്ളൂ. DUP ടീം മെമ്പേഴ്സിനെ അവിടെ DUP വൈപ്പറൊക്കെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ DUP വൈപ്പറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ധനിൽ ഒറ്റയ്ക്ക് അവിടെ സ്പ്രേ ആണ്. അപ്പോൾ DUP വൈപ്പറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അടുത്ത വണ്ടി അവിടെ നല്ല ഡാമേജ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ധനിൽ ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഫ്യൂരീസിലെ മെമ്പേഴ്സ് പതുക്കെ ഓടി കയറി ചെല്ലുന്നുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ള കില്ലുകളും കാര്യങ്ങളൊന്നും കിട്ടില്ല. തൊട്ടടുത്ത് മിസ്റ്റിലെ പ്ലേയേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. ന്യൂബ് അത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. മിസ്റ്റിലെ പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ന്യൂബ് ഇൻസ്റ്റന്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് മിസ്റ്റിലെ പ്ലേയേഴ്സിന്റെ അടുത്തേക്കാണ്. മിസ്റ്റിലെ പ്ലേയേഴ്സ് ന്യൂബ് വൈറ്റിക്ക് അവിടെ നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. ന്യൂബ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കയറി ചെല്ലാൻ ശ്രമിക്കുന്നത് ഫൈറ്റിലേക്കാണെന്ന് തോന്നുന്നു. ലോക്കിയൊക്കെ അവിടെ ഓടി നടക്കുന്നുള്ളൂ. സോഡിയാക്കിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ന്യൂബിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡാർക്ക് സോൾ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലോക്കി അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന ന്യൂബിന്റെ കില്ല് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. SOS ടീം മെമ്പേഴ്സ് തൊട്ട് ബാക്കിൽ നിന്നുകൊണ്ടിരുന്ന മനോഹരമായിട്ടുള്ള സ്പ്രേ ആയിരുന്നു. അപ്പോൾ SOS ടീം മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. SOS ടീം മെമ്പേഴ്സ് അതൊക്കെ ഫാൻറ്റം ഒക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. ഫിനിക്സ് വിക്ക് അവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. SOSലെ മെമ്പേഴ്സ് പതുക്കെ ഒന്ന് വളഞ്ഞിട്ടുണ്ട്. ഫിനിക്സ് മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഫിനിക്സ് വിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് DUP ഹബീബി അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DUP ഹബീബി എന്നുള്ള ദൂരെ എന്നുള്ള സ്പ്രേ ആയിരുന്നു ഫിനിക്സ് വിക്കിനെ അവിടെ ഡൗൺ ചെയ്തത്. അപ്പോൾ SOS ഫാൻറ്റ് അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വീക്ക് അവിടെ താഴേക്ക് വന്നിട്ടുണ്ട്. വീക്കിനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമം അവിടെ ലോക്കി നടത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ ലോക്കി അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് കയറി ചെല്ലുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് DUP മെമ്പേഴ്സ് അവിടെ നമ്മുടെ ടീം ഫ്യൂരീസിനെ സ്പോട്ട് ചെയ്തിട്ട് ഫ്യൂരീസുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന വണ്ടി എന്തായാലും പൊട്ടിച്ചിട്ടുണ്ട്. ഫ്യൂരീസിനെ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിൽ സീജ് ഇപ്പോഴും അവിടെ ലൈവായിട്ടുണ്ട്. അപ്പോൾ SOS ടീം മെമ്പേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. ഫ്യൂരീസിലെ ബാക്കി മെമ്പേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. AWM വെച്ചുള്ള ഷോട്ടുകൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് DUP ഹബീബിയുടെ മനോഹരമായ പ്രകടനം. വൈപ്പർ ഒറ്റയ്ക്ക് അവിടെ ദൂരെ അടുത്തായിട്ട് ഓടി നടക്കുന്നുണ്ട്. വൈപ്പറിന് അവിടെ നല്ല ഡാമേജ് കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. റെയ്ത്തിലെ മെമ്പേഴ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഫിനിക്സ് ടീം മെമ്പേഴ്സിന്റെ ഫൈറ്റ് SOS ടീം മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. സോൾ ഓഫ് സ്പാർട്ടൻസിന്റെ മനോഹരമായ ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. എവിടെയാണ് കട്ടപ്പെട്ട ഫൈറ്റുകളാണ്. DUP ഹബീബിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മിസ്സിലെ ഇനി അടുത്ത 5 ടീമുകളാണ് ശേഷിക്കുന്നത്. ടീം നമ്പർ 14 ആൻഡ് ടീം നമ്പർ 14 റെയ്ത്ത് ടീമും ഫുൾ കംപ്ലീറ്റ് ആണ്. റെയ്ത്തിലെ ആരോ സീജ് ഫ്യൂരീസിനെ അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കുവാൻ തോന്നുന്നു. സീജ് ഫ്യൂരീസിന്റെ അടുത്തേക്ക് ഏത് നിമിഷം ഒരു നേരിടാൻ ചാൻസ് ഉണ്ട്. റെയ്ത്ത് ഈസി ആൻഡ് റെയ്ത്ത് ആരോ എന്നിവർ അവിടെ പതുക്കെ കയറി ചെന്ന് ഫ്യൂരീസ് ടീമിന്റെ അടുത്തേക്ക് പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നേട് അടുത്തെത്തിയിട്ടുണ്ട്. ഹീസിയുടെ നേട് പൊട്ടുന്നത് പക്ഷേ ഡാമേജും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഹീസിക്ക് അവിടെ പതുക്കെ സോണിനുള്ളിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത നേട് എക്സ്ചേഞ്ചുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ മനോഹരമായിട്ട് നടക്കുന്നുണ്ട്. റെയ്ത്ത് വെന അവിടെ ഡൗൺ ആയിട്ടുണ്ട്. സോണിൽ പെട്ട റെയ്ത്ത് വെനത്തിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഹീസി ഇപ്പോഴും തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. തൊട്ടടുത്ത് നമ്മുടെ സേജ് ഫ്യൂരീസ് നിൽക്കുന്നുണ്ട്. സോഡിയാക്ക് നിൽക്കുന്നുണ്ട്. ബാസി ഫ്യൂരീസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ നിൽക്കുന്നുള്ളൂ. ഫിനിക്സിലെ മെമ്പേഴ്സ് ലോക്കി ആൻഡ് നമ്മുടെ വിക്ക് ഇപ്പോഴും തൊട്ടടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. 2 പേരും അവിടെ കവറിലാണ് നിൽക്കുന്നത്. മനോഹരമായ ഒരു കവർ അവിടെ എടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് മേളിൽ നിന്നൊന്നും അടി കിട്ടാത്ത രീതിയിൽ. അപ്പോൾ മേളിൽ വന്നു കഴിഞ്ഞാൽ അടി പൊട്ടും. വെഡിസ്കി ഫ്യൂരീസിന് വേണ്ടി അടിക്കുന്നുണ്ടായിരുന്നു. ഫിനിക്സ് വിസ്ക് അവിടെ വെഡിസ്കിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. വെഡിസ്കിയുടെ കില്ല് ഇൻസ്റ്റന്റ് ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് വെഡിസ്കിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുള്ളൂ. റെയ്ത്തിലെ മെമ്പേഴ്സ് ഓരോന്നോരോന്നായിട്ട് വെനത്തിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് 5 ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. 13 പേരാണ് ലൈവായിട്ടുള്ളത്. അപ്പോൾ SOSലെ ഗോട്ട് അവിടെ ശേഷിക്കുന്ന SOSലെ ടീം മെമ്പേഴ്സ് എല്ലാം ലൈവായിട്ടുണ്ട്. SOS ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഏത് നിമിഷം വേണമെങ്കിലും ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. SOS പതുക്കെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സോഡിയാക്കിലെ പ്ലേയേഴ്സുമായിട്ടുള്ള ഫൈറ്റാണ് ഡ്രാക്കോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡ്രാക്കോ നല്ലൊരു ഫ്ലാങ്കിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോഡിയാക്കിനെ ഏത് നിമിഷം വേണമെങ്കിലും സ്പോട്ട് ചെയ്യാം. സോഡിയാക്കിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാനുള്ള 1v1 സോഡിയാക്കുമായിട്ട് നടക്കാനുള്ള ശ്രമത്തിലാണ്. സോഡിയാക്ക് അവിടെ ഡ്രേക്കോനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സോഡിയാക്കിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. SOS ഗോട്ടും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഗോട്ട്
ഗോട്ടിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സീജ് ഫ്യൂരീസിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത ശ്രമം തോന്നുന്നു. ഇപ്പോൾ ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ കട്ടയ്ക്ക് ഫൈൻ. ഫിനിക്സ് ലോക്കി അവിടെ ദൂരെ നിന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. വിക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട്. SOS ബോട്ടിന്റെ അവിടെ കിൽ കൺഫേം ചെയ്യാനായിട്ടുള്ള ലോക്കിയുടെ ശ്രമമാണെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് ഫൈറ്റ് എടുക്കുന്നു. ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലോക്കി ഗോട്ടിനെ അവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. യെസ്, ലോക്കി അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വിക്ക് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബാക്കി SOS പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. സോണിൻ്റെ ഡാമേജ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. SOS പ്ലേയേഴ്സ് അവിടെ മനോഹരമായിട്ട് സ്പ്രേ ചെയ്യുമെന്ന് തോന്നുന്നു. ഇൻസ്റ്റൻ്റായിട്ട് SOSൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ സോൺ ഒരു കവറിലൊക്കെ കയറി ചെന്ന് ലോക്കി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഫിനിക്സ് ടീം മെമ്പേഴ്സ് ഇപ്പോഴും റെയ്ത്തിലെ മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. റെയ്ത്ത് ആരോ ഒക്കെ അവിടെ കയറി വരുന്നുണ്ട് ലോക്കിക്ക് അടുത്തേക്ക്. അപ്പോൾ ബാക്കി ഇനി 3 ടീമുകളാണ് അത്ര. അപ്പോൾ ലോക്കി അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ട്. റെയ്ത്തിൽ ആരോ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ലോക്കി അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റെയ്ത്ത് ആരോ. അപ്പോൾ 2 ടീമുകളായിട്ട് ശേഷിക്കുന്നു. അപ്പോൾ ഫിനിക്സ് ടീം മെമ്പേഴ്സ് ആൻഡ് SOS സോൾ ഓഫ് സ്പാർട്ടൻസിലെ ഡാർക്ക് സോൾ മാത്രം ശേഷിക്കുന്നു. ടെർമിനേറ്റർ അവിടെ ഓടിയെത്തുന്നുണ്ട് ഫൈറ്റിന് വേണ്ടി. ടെർമിനേറ്റർ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ടെർമിനേറ്റർ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റെയ്ത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ റെയ്ത്ത് ടീം അവിടെ മനോഹരമായിട്ട് തന്നെ 17 കിലോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ റെയ്ത്ത് ടീം അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. SOS മെമ്പേഴ്സ് അവിടെ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് 5 കിലോട് കൂടി. ഫിനിക്സ് ടീം മെമ്പേഴ്സ് 2 കിലോട് കൂടി 3ാം സ്ഥാനത്ത്. ഫ്യൂരീസ് മെമ്പേഴ്സ് അവിടെ 4ാം സ്ഥാനത്തും. മിസ്ലെ പ്ലേയേഴ്സ് 5ാം സ്ഥാനത്തും. DVP ടീം മെമ്പേഴ്സ് 6ാം സ്ഥാനത്തും. ഡെഡ്ലി ടീം മെമ്പേഴ്സ് 7ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ടീം ഹോഡൽ 8ാം സ്ഥാനത്ത്. നമ്മുടെ ഹോട്ടൽസിലെ മെമ്പേഴ്സ് ഇവിടെ 8ാം സ്ഥാനത്തും. ടീം ഇൻസെക്ട് 9ാം സ്ഥാനത്തും. DQ മെമ്പേഴ്സ് 10ാം സ്ഥാനത്ത്. റാങ്കോ ടീം മെമ്പേഴ്സ് 11ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. SGS മെമ്പേഴ്സ് 12ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ നമ്മുടെ ടോക്സിക് ടീം 13ാം സ്ഥാനത്തും. ക്രൗഡിലെ മെമ്പേഴ്സ് 14ാം സ്ഥാനത്തും. FLR ടീം മെമ്പേഴ്സ് 15ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തേക്കുന്നത്. ഗാലക്സി ടീം മെമ്പേഴ്സ് 16ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ സീറോ റെസ്പെക്ട് 17ാം സ്ഥാനത്തും. ടി ഗോഡ് 18ാം സ്ഥാനത്തും. നമ്മുടെ എക്സ് ഔട്ട് 19ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തേക്കുന്നത്. സീറോ റെസ്പെക്ട് സെയിൻറ്റ് എന്ത് പറ്റി ഒറ്റയ്ക്കായിപ്പോയെ. അപ്പോൾ RKC ജൂനിയർ അവിടെ 21ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ AK വാൻഡി അവിടെ 22ാം സ്ഥാനത്തിൽ. AK ടീം മെമ്പേഴ്സ് 22ാം സ്ഥാനത്ത്. FEK 23ാം സ്ഥാനത്തും ആണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഫിനിക്സ് എലൈറ്റ് കസ്റ്റംസിൻ്റെ റിപ്പോർട്ട്. കൺഗ്രാജുലേഷൻ റെയ്ത്ത് വെനം ആൻഡ് റെയ്ത്ത് ആരോ ഹീസി ടെർമിനേറ്റർ എന്ന് പേര്. നമ്മുടെ റെയ്ത്ത് ആരോ ആണെന്ന് തോന്നുന്നു ഇന്നത്തെ MVP 7 കിലോട് കൂടി. മാക്സിമം കില്ല് 7 ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. യെസ്, മാക്സിമം കില്ല് 7 ആണ്. ടെർമിനേറ്റർ അവിടെ 6 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. റെയ്ത്ത് മെമ്പേഴ്സ് മനോഹരമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ് ആയിരുന്നു നടത്തിയത്. എന്തായാലും ബാക്കി മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നെക്സ്റ്റ് നാളെ